റൊമേനിയയിലെ മെയിനായിട്ടുള്ള കുറച്ച് ഗ്രാമങ്ങളും കുറേ വിഷ്വലും ഒക്കെയുള്ള അടിപൊളി ഒരു സ്ഥലത്തേക്ക് നമുക്ക് പോയാലോ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് റൊമേനിയയുടെ അതിമനോഹരമായ ഒരു പ്ലേസിലേക്കാണ്, ടിമിസോറ. ഇവിടുത്തെ ടിമിഷോറ എന്ന് പറയും, കാരണം എൻ്റെ അടിയിൽ എസ്സിനൊരു വാലൊക്കെ ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ടിമിസോറ എന്ന് വായിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ഭയങ്കര ഗ്രാമങ്ങളും ഈ പറയുന്ന പോലെ മുന്തിരിത്തോപ്പുകളൊക്കെ ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലേസിലേക്കാണ്. സോ നമുക്ക് പോയാലോ. കമാൺ. അങ്ങനെ അക്കോമഡേഷനൊക്കെ ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഗായ്സ്. പക്ഷെ വേറെ വരുന്നുണ്ട്, ഇന്ന് നല്ല തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്കറ്റ്, തെർമൽ എല്ലാം ഇട്ട് മുട്ടം ഫുൾ സെറ്റായിട്ടാണ് പോകുന്നത്. കാരണം ഈ പോകുന്ന വഴികളിൽ എന്തൊക്കെ ഉണ്ടാകും, ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ നേരിടേണ്ടി വരും ഒന്നും അറിയില്ല. ഇപ്പം നൈറ്റ് ഏകദേശം ഇവിടെ ഒരു 11 മണി ഒക്കെ ആകാൻ പോകുന്നു. ഇനിയിപ്പോൾ ഏകദേശം 11:30 ആകുമ്പോഴത്തേക്കാണ് എനിക്ക് ട്രെയിൻ. അപ്പോൾ നമ്മൾ ടിമിസോറയിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏകദേശം 300 കിലോമീറ്റർ താണ്ടി വേണം നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് നോക്കാം. അതിന് ബെസ്റ്റ് ട്രെയിൻ തന്നെയാണ്, കാരണം സേഫ് ആയിരിക്കും ട്രെയിനിൽ പോകുന്നതൊക്കെ. പിന്നെ റൊമേനിയയെ സംബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്, കൂടെ ഒരുപാട് കാഴ്ചകൾ കാണിക്കാനുണ്ട്, പുതിയ കാര്യങ്ങൾ നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യിക്കാനുണ്ട്. അങ്ങനെ വളരെ സ്മൂത്തായിട്ടുള്ള കിടുക്കൊരു യാത്രയായിരിക്കും ഇതിനകത്ത്. അപ്പം നമുക്ക് പോകാം. കുറേ ദൂരം പോകാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിക്കും, ഏതൊക്കെ രീതിയിലൊക്കെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നേരിടാൻ പോകുന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്തായാലും നമ്മളിന്ന് ടിമിസോറ എന്ന് പറയുന്ന റൊമേനിയയിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. അപ്പോൾ വോയിസ് ഫ്രം യൂറോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് മീ ആർ ദ ജോയ്സ്. അങ്ങനെ അക്കോമഡേഷനൊക്കെ ഇറങ്ങി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബസ്സുണ്ട്, പക്ഷെ നമുക്ക് ഇച്ചിരി അഡ്വഞ്ചർ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവിടെ ഏകദേശമൊക്കെ സേഫാണ്. പിന്നെ നമുക്ക് എപ്പോഴും വണ്ടികളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട്. നമ്മുടെ ബോൾട്ട് ഇവിടുത്തെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ബ്ലാ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമുക്ക് ഈ ടിമിസോറ നമുക്ക് റൊമേനിയയുടെ ഏത് ഭാഗങ്ങളിൽ വേണമെങ്കിൽ നമുക്ക് പോകാൻ സാധിക്കും. പക്ഷേ ഞാൻ ഇന്ന് ട്രെയിനാണ് ചൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയി. ഇനിയിപ്പോൾ അങ്ങ് ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ട്രെയിനിൻ്റെ ഒക്കെ ടൈം ആവും. കുഴപ്പമൊന്നുമില്ല, ട്രെയിൻ എനിക്ക് തോന്നുന്നു ഡിലേ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൂപ്പറായിട്ട് നമുക്ക് ട്രെയിനിൽ കയറി ട്രെയിനിൻ്റെ വിശേഷങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ ഈ റൊമേനിയയിലോട്ടൊക്കെ വരാനിരിക്കുന്നവരൊക്കെ മസ്റ്റായിട്ട് എൻ്റെ വീഡിയോസ് കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ കിട്ടും, ഇവിടെ എന്താണ് നടക്കുന്നത്, എന്താണ് ഇവിടുത്തെ മാറ്റങ്ങൾ എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വളരെ വിശദമായിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നമ്മൾ നടന്ന് പോവാം. അതുമാത്രമല്ല നല്ല തണുപ്പുണ്ട് കേട്ടോ, കിടുക്ക് തണുപ്പുണ്ട്. ഊതിയാൽ നല്ലപോലെ അവിടെ പുക വന്നാൽ കാണാം. സിഗരറ്റ് വലിക്കുന്നതല്ല കേട്ടോ ഗൈസ്, തണുപ്പാ. എന്നാലും നമുക്ക് നോക്കാം. കമാൺ. ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഫുൾ സേഫാണ്. എന്തായാലും നമുക്കിങ്ങനെ വേറെ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. മീൻസ് തണുപ്പിനെ നമുക്ക് വലിയ വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. ഇപ്പം -2 -1 ആ റേഞ്ചിലൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനിപ്പോൾ ഏകദേശം റൊമേനിയ വന്നിട്ട് 10 മാസത്തോളമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ വലിയ വിഷയങ്ങളൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. റൊമേനിയ എന്ന് പറഞ്ഞ കൺട്രിയെ പറ്റിയൊക്കെ നിങ്ങൾ കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കാരണം അടിപൊളി ഒരു കൺട്രിയാണ് കേട്ടോ റൊമേനിയ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഭയങ്കര സേഫാണ്. മറ്റുള്ള രീതിയിൽ ഈ പിക്ക് പോക്കറ്റിങ് അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും അധികം ഇവിടെ ഇല്ല. അതിന് കുറേ കാരണങ്ങളുണ്ട്, ഞാൻ ഈ പോകുന്ന വഴിയിൽ ഇതെല്ലാം പറയുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പോകാം. നമ്മൾ പോകുന്ന വഴിയിൽ കാണാൻ പറ്റുന്നൊരു സംഭവമാണ്, നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന സംഭവമാണ് ഇങ്ങനൊരു ഐറ്റം. ഇതാണ് ഈസി ബോക്സ്, അതായത് ഫാൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞ ഈസി ബോക്സ്. അതായത് 24 മണിക്കൂറും ഓപ്പണാണ് ഈ സാധനം. അതായത് നമുക്കുള്ള കൊറിയേഴ്സ്, നമുക്കുള്ള കാര്യങ്ങൾ എല്ലാം ഇങ്ങനത്തുള്ള ഈസി ബോക്സുകളിലും ഒക്കെ ആയിരിക്കും നമുക്ക് ഇവിടെ വരുന്നത്. അത് നമുക്ക് ഭയങ്കര ഈസിയാണ്. അതായത് നമ്മൾ പോസ്റ്റ് ഓഫീസിലോ വേറെ എങ്ങും പോകണ്ട. ചില പ്രോഡക്റ്റുകൾ ചിലപ്പോൾ നമ്മൾ അവിടെ പോയി വാങ്ങേണ്ടി വരും. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഭയങ്കര ഈസിയാണ്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഓർഡറൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സാധനം വരാൻ. പിന്നെ ഇങ്ങനെ ഇവിടുത്തെ കുറേ ആപ്ലിക്കേഷൻസാണ്, ഈ മാഗ്, ടെമു എന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ നമുക്ക് വളരെ അഫോർഡബിൾ റേറ്റിലൊക്കെ സാധനങ്ങളൊക്കെ കിട്ടും. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ ഈ റോഡൊക്കെ നല്ല ക്ലീനാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഈ ഉപ്പ് വെതറിയൻ്റെയൊക്കെയാണ് ഈ കാണുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് മഞ്ഞൊക്കെ പെയ്തായിരുന്നു, അപ്പോൾ 2 ദിവസം മുന്നേ. അപ്പോൾ അതിൻ്റെ ഒരു ചെളിയും ഇതൊക്കെ കാണാൻ പറ്റും. പക്ഷേ എന്നാൽ പോലും ഫുള്ള് നീറ്റ് ആൻഡ് ക്ലീനാണ്. അതായത് റൊമേനിയയുടെ എല്ലാ ഭാഗങ്ങളും നോക്കി കഴിഞ്ഞാൽ അത് മെയിനൊരു കാരണം വെച്ച് കഴിഞ്ഞാൽ റൊമേനിയ പണ്ട്, അതായത് ഒരു 1.5 വർഷങ്ങൾക്ക്, പണ്ടെന്ന് പറയാൻ പറ്റത്തില്ല, ഏകദേശം ഒരു 1.5 വർഷം കൊണ്ടാണ് റൊമേനിയയിലെ എല്ലാ സ്ഥലങ്ങളിലും
ഈ ക്ലീനിങ് സമ്പ്രദായങ്ങൾ അങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം വളരെ മീൻസ് കർശനമായിട്ട് നടപടിയായിട്ട് വന്നത്. അതിന് മുന്നേ വരെ ഒരു നിയമമോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 1-2 വർഷത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ച് ഈ റൊമേനിയക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഷെങ്കനോടായപ്പോഴത്തേക്കും ഇനി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റൂളും ചിലപ്പോൾ നമുക്കും ഗുണപരമായിട്ടുള്ള റൂളും ഉണ്ടായിരിക്കാം. ഈ പോകുന്ന വഴികളൊക്കെ അതിമനോഹരമാണ് കേട്ടോ. പക്ഷേ നൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. ഇതിപ്പോൾ ഞാനൊരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ കീഴിൽ നിന്ന് സംസാരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ ഗ്ലൗ ഒക്കെ എടുത്തിടേണ്ടി വന്നു, കാരണം നല്ല തണുപ്പുണ്ട്. പിന്നെ ഇനി തൊപ്പിയിടണം, കാരണം ചെവിയിലും മൂക്കിലൊക്കെ മുട്ട സീനാവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കണ്ട് പോകാൻ പറ്റില്ല. പക്ഷേ എന്നാലും നമുക്ക് മാക്സിമം കാണാൻ പറ്റുന്ന കാഴ്ചകൾ കാണാം. ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏകദേശം ഈ ഒരു വീഡിയോ 4 പാർട്ടായിട്ടൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്. സോ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് തന്നെ എല്ലാവരും ഈ വീഡിയോസ് കാണുക. അപ്പോഴേ നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകത്തുള്ളൂ. കൂടെ മാത്രമല്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനും പറ്റുള്ളൂ. സോ ഗൈസ് നമുക്ക് നടക്കാം വാ. വെട്ടമില്ലാത്തതുകൊണ്ട് ഗൈസ് ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു തുള്ളി വെട്ടമില്ല. പിന്നെ ഇവിടെയൊക്കെ സേഫാണ്. ഇപ്പം നൈറ്റ് ഞാനിപ്പോൾ എങ്ങനെ ഇറങ്ങി നടക്കുന്നു പറഞ്ഞു ഇവിടെ എന്നെ ആരും പിടിച്ചുകൊണ്ട് പോകുന്നില്ല. പിന്നെ ഇവിടുത്തെ റെയിൽവേ ഒക്കെ ഭയങ്കര കോമഡിയാണ് ഗൈസ്. എന്തായാലും ഞങ്ങളെ കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ റെയിൽവേ മീൻസ് എന്നാ, പക്ഷേ ഇവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ സെറ്റാണ്. അതായത് അഫോർഡബിൾ പ്രൈസിലൊക്കെ നല്ല പ്രൈസ്. പക്ഷെ നമ്മുടെ നാട്ടിലെ പൈസയായിട്ട് കമ്പയർ ചെയ്യില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പണിപ്പാളും. അതിപ്പോൾ എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ലേ. പക്ഷേ എന്നാലും വേറെ കാര്യമുണ്ട്, ഒരു യൂറോപ്പ് എന്നുള്ള രീതിയിൽ തന്നെ ഒരു ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺട്രിയാണ് റൊമേനിയ. അതും നല്ല രീതിയിൽ, അതായത് ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് കൺട്രികളിലെ ഒന്നാണ് റൊമേനിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് റൊമേനിയ വേറെ ലെവലാവും. അപ്പോഴത്തേക്കും കയറി വരാൻ പറ്റുന്നവരൊക്കെ കയറി വരാൻ നോക്കുക. നല്ലതാണ്, നല്ലൊരു കൺട്രിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റൊമേനിയ. കാരണം ഇവിടെ ഇത്ര എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത്, ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യും റൊമേനിയ. കാരണം പല കൺട്രികളിൽ പോയിട്ട് ഒരുപാട് പേർക്ക് പണി കിട്ടുന്നുണ്ട്. അർമേനിയ അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കുറേ ഊഴുവഴികളൊക്കെ കയറി നമ്മൾ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. റെയിൽവേ സ്റ്റേഷൻ എവിടെ? റെയിൽവേ സ്റ്റേഷൻ ദോ ആ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. അവിടെ ഒരു പാലം കണ്ടില്ലേ? ആ ഒരു പാലത്തിൻ്റെ കീഴെയാണ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ പോകുന്നത് ഇതിവിടെ ഗാരേജാണ്. മീൻസ് ഇവിടെ വന്ന് വണ്ടി കിടക്കുന്നു, കുറച്ച് നേരം കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒക്കെ പോകുന്നു ഇവിടുന്നാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ കൂടെ കയറാം. അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് കാണാം. സോ അപ്പോൾ അടി കിടക്കുന്ന എല്ലാ ട്രെയിനാണ്, കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ബട്ട് ഞാൻ നല്ല വിശദമായി കാണിച്ചു തരാം. ബാ ഇതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക്കിൻ്റെ ചെറിയ ബസ്സുകൾ. ഇതും ചെറിയ ട്രാവൽ ചെറിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന കുറേ ബസ്സുകളും കാര്യങ്ങളും ആണേ. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബസ് ഒന്ന് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ വലിയ ബസ്സുകൾ. ഇതൊക്കെ ഈ ഞാൻ പറഞ്ഞ മീൻസ് നമുക്ക് ഇത് 3 റോണ്, ഇവിടുത്തെ ഒരു മണിക്കൂറത്തേക്ക് 3 റോണ്, അതൊക്കെയാണ് ഇവിടെ ഈടാക്കുന്ന ചാർജും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ റോഡിൽ കൊണ്ട് ഇങ്ങനെ നടക്കാൻ പാടില്ല, റോഡിൽ കൊണ്ട് ഇങ്ങനെ ജമ്പ് ചെയ്യാനൊന്നും പാടില്ല. കാരണം പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അന്നേരം പെറ്റിയടിക്കും. പെറ്റിയെന്ന് പറഞ്ഞാൽ 1.5 പെറ്റിയായിരിക്കും കേട്ടോ. ഇതാണ് ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. നല്ല ലെങ്താണ് കേട്ടോ, നല്ല ലെങ്തുണ്ട്. അവിടെ ആ അറ്റത്തുനിന്ന് അതുകൊണ്ട് ഈ അറ്റം വരെ ഉണ്ട് കേട്ടോ. നല്ല ലെങ്തിൽ കിടക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ. സംഭവമൊക്കെ പൊളിയാണ്. പക്ഷേ ഞാൻ അകത്തോട്ട് പോട്ടെ, വണ്ടിയൊന്നുമില്ലല്ലോ. ഇല്ല. ഇതാണ് ഗൈസ് ഇവിടുത്തെ ബസ്സുകൾ. അതുകൊണ്ട് ആ കാണുന്നതാണ് ഇവിടുത്തെ ടിക്കറ്റ് എടുക്കാൻ. നമുക്ക് വെളിയിൽ നിന്ന് ബസ്സിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ കൗണ്ടറുകളാണ്. അവിടെ ആളും പേരൊന്നുമില്ല. നമുക്ക് ഒരു ഞെക്കിക്കഴിഞ്ഞാൽ 3 റോണിന് 1 മണിക്കൂറത്തേക്ക് നെറ്റ് കിട്ടും. നമുക്കിനി റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറി നോക്കാം. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അകം. ഹായ്. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ, നമ്മൾ നിൽക്കേണ്ട സ്ഥലവും കാര്യങ്ങളൊക്കെ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എനിക്ക് പറയാനുണ്ട്. കാരണം നമ്മളിപ്പോൾ കണ്ടില്ലേ കുറേ ആൾക്കാരോട് കിടക്കുന്നതും
ഒക്കെ ഇരിക്കുന്നത്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റൊമേനിയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള പല ആൾക്കാരും മീൻസ് ഭയങ്കര സ്റ്റാൻഡേർഡും ഭയങ്കര നല്ല ലൈഫ് സ്റ്റൈലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവിടെ ജിപ്സികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഞാൻ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് ഞാൻ പറയാം. കാരണം ഒരു സംഘടന മീൻസ് ഇനമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് പണ്ട് ഇന്ത്യക്കാരും ഇറ്റലി അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ കുടിയേറ്റം കൊണ്ട് ഉണ്ടായ ഒരു വിഭാഗമാണ് ജിപ്സികൾ. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഇവിടെ അവരുടെ അധിനിവേശം കൂടുതലാണ്. പക്ഷേ എന്തും പറഞ്ഞാൽ 95% ഓർത്തഡോക്സുകാരും ഇവിടുത്തെ റൊമേനിയൻസും ഉണ്ട്. അവരൊക്കെ വളരെ നല്ല ആൾക്കാരാണ് കേട്ടോ. നമ്മൾ പറയുന്നതിനേക്കാളും ബെസ്റ്റാണ് അവരൊക്കെ. ഇവിടുത്തെ എൻജിനാണോ ഒരു ചെറിയ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ട്. നമുക്ക് അടിയിലോട്ട് പോകാം.